ആ ഞാനാ. എന്ത് വേണം അശ്വതി തമ്പുരാട്ടി? വിനോദ് എവിടെയാ? ഇനിയും പുറപ്പെട്ടില്ലേ? അങ്ങനെ എടുത്തിയാടി പോരാൻ പറ്റുമോ? ലക്ഷ്മീപുരം കൊട്ടാരത്തിലേക്കല്ലേ വരവ്. അതും കല്യാണത്തലേന്ന് രാജകുമാരി അടിച്ചോണ്ട് പോരാൻ. സമയവും കാലവും മുൻകരുതലും ഒക്കെ നോക്കണ്ടേ തമ്പുരാട്ടി? സമയവും കാലവും നോക്കിയിരുന്ന വരുമ്പോ കൊളക്കടവിൽ എന്റെ ശവം കാണും. നാളെ ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ മുമ്പില് കഴുത്ത് നീട്ടി കൊടുക്കുന്നതിലും ഭേദം ചാവുന്നതാ. ഡോണ്ട് ബി സില്ലി. ഇന്ന് രാത്രി 12 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും, നിന്നെ കൊണ്ട് പോന്നിരിക്കും. അതെ, ആരോ വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. നീ ആരെയാ ഫോൺ ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? അത് ഇങ്ങോട്ട് വന്ന ഫോൺ കോളാ. എടുത്തപ്പോ കട്ടായി. അശ്വതി, ഞാൻ നിന്റെ പെറ്റമ്മയാ. നുണ പറയുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നീ അവനെ വിളിച്ചു അല്ലേ? നിന്റെ തോന്നിയസോടെ നടക്കില്ല. നാളെ നിന്നെ കെട്ടാൻ പോണത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാ, അത് മറക്കണ്ട. അയ്യോ, ഞങ്ങളത് മറന്നുപോയി ചേച്ചി. എന്ത്? തെക്കേക്കാവിലെ നാഗേക്ഷിയുടെ നടയില് മോളെ കൊണ്ടേ തൊഴിച്ചില്ല. നിങ്ങൾ പിന്നെ എന്തോന്നാ മറക്കാത്തത്? ഇപ്പൊ തന്നെ ഞാൻ എന്താ പറഞ്ഞിട്ട് പോയത്? ഇവളുടെ അടുത്തുനിന്ന് മാറരുതെന്നല്ലേ? കണ്ണു തെറ്റിയ ഫോണിൽ അവളുടെ കൈ. ആ തെരുവ് തണ്ടി എന്ത് കൈവശമാണോ എന്തോ ഇവക്ക് കൊടുത്തിരിക്കുന്നത്. ചേച്ചി ചുമ്മാ മോളെ വിഷമിപ്പിക്കാതെ. അവൾക്ക് അങ്ങനെയൊന്നുമില്ല അല്ലേ മോളെ? നിങ്ങൾ രണ്ടാൾ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. നാളെ കല്യാണം കഴിയുന്നതുവരെ. ഞാനും താഴോട്ട് ചെല്ലട്ടെ. അവൻ ചിരഞ്ജീവിയാണെന്നൊക്കെ അല്ലേ മാർക്കറ്റിലുള്ളവർ പറയണത്? ചിരഞ്ജീവി അവന്റെ കാലനായി പൂരാടം തിരുന്നാൾ വലിയ കോയി തമ്പുരാൻ. അവൻ ഒറ്റയടിക്ക് 4 പേരെ കൊന്നെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇനി വലിയ കോയി തമ്പുരാനോടെങ്ങാനും ഏറ്റുമുട്ടാൻ വരട്ടെ. ഈ സിരകളിൽ കൂടി ഓടുന്ന എന്താണെന്നറിയാം? ഓൾഡ് കാസ്ക് റമ്മ. ഓടാ പുല്ലേ. അല്ലേ? രാജരക്തമാണ്. ISI മുദ്രയുള്ള രാജരക്തം. അവന്റെ തല കൊയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും നാം ചെയ്തു കഴിഞ്ഞു. നീയായിട്ട് ഒരു സന്നാഹം ഇവിടെ ഉണ്ടാക്കണ്ട. ആരടാ അത്? വലിയ തമ്പുരാട്ടിയാ. അയ്യോ, ചേച്ചിയായിരുന്നോ? വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ CI വേലായുധൻ ഒരാഴ്ചത്തേക്ക് അവനെ ആകാശം കാണിക്കില്ല. കുട്ടികൃഷ്ണ, രൂപ 30,000 ഞാൻ എണ്ണിക്കൊടുത്തത്. അല്ലേലും ഞാൻ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ചേച്ചി മരത്തെ കയറി മാങ്ങാ പറിക്കും. അതും പോരാഞ്ഞ് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു ലക്ഷാർച്ചന ഞാൻ നേർന്നിട്ടുണ്ട്. ഇതാ എനിക്ക് ഇഷ്ടമില്ലാത്തത്. ചേച്ചി ഒരു ഡോക്ടറല്ലേ? ഒരു ഡോക്ടർ ഒരിക്കലും അന്ധവിശ്വാസിയാകരുത്. ചേച്ചിയെ കൊണ്ട് ഈ അർച്ചനയൊക്കെ ചെയ്യിക്കുന്ന അവനായിരിക്കും ആ അമ്പലം നിരങ്ങി. അർച്ചന മാത്രമല്ല ഏട്ടാ, ശത്രു സംഹാരത്തിനുള്ള അടവഴിപാടും വെടിവഴിപാടും ഉണ്ണിയപ്പോ അരവണയും പാൽപ്പായസവും എല്ലാം കഴിപ്പിച്ചു. എന്താ പാൽപ്പായസത്തിൽ നിർത്തിയത്? പൊരിച്ച കോഴിയും ചപ്പാത്തിയും കൂടാവായിരുന്നില്ലേ? ക്ഷേത്രത്തിൽ പൊരിച്ച കോഴിയും ചപ്പാത്തിയോ? ശിവ ശിവ, ഏട്ടന്റെ ഈ നിരീശ്വരവാദം കാരണം കൊട്ടാരത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു വിട്ടതല്ലേ കൊച്ചിരാമ? പിന്നെ നീ ഇതിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി വെച്ച് കതിർ മണ്ഡപത്തിന്റെ അലങ്കാരം വരെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു വിവരം അറിഞ്ഞോ? ആ വിനോദ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുക. നമ്മുടെ മോടെ കഴുത്തിൽ അവൻ താലി ചാർത്തു വന്ന്. ആ തെമ്മാടി ഒരു പാഠം പഠിപ്പിക്കണം. ലക്ഷ്മീപുരം കൊട്ടാരം സൂപ്രണ്ടെന്ന നിലയിൽ അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. താൻ കൈകാര്യം ചെയ്യുന്നൊക്കെ എനിക്കറിയാം. ഈശ്വര, ഈ കല്യാണം ഒന്ന് മംഗളമായിട്ട് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. മണ്ണാറശാലയിൽ ഞാൻ ഒരു ഉരുളി കമിഴ്ത്തി വെക്കാമേ. യുക്തിവാദി ഫണ്ടിലേക്ക് ഇരിക്കട്ടെ. നീ ഉരുളി കമഴ്ത്തണ്ട. എന്തേ? നമ്മുടെ CI വേലായുധൻ അവനെ ഇപ്പോ നക്ഷത്രം എണ്ണിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണ്ട എനിക്ക് തിരിച്ചിരിക്കാൻ. അയ്യോ എന്റെ ചാക്കാൽ ആഘോഷിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് നിനക്ക് എത്ര നക്കാപ്പിച്ച് കിട്ടി? പോരാത്തത് ഞാൻ തരാടാ. സ്വന്തം ഏമാനെ തല്ലിട്ട് നോക്കിക്കുന്നോടെ കഴിവേറുകളെ അടിച്ചു നിർത്തണവനെ, ഇല്ലെങ്കിൽ എല്ലാത്തിനെ തൊപ്പിയാൻ തെറിപ്പിക്കും. തൽക്കാലം സാറിനെ തല്ലിയത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ആ പെണ്ണിന്റെ കല്യാണം കഴിയുന്നവരെ നിന്നെ ഈ ഏരിയയിൽ കണ്ടുപോരുത്. അയ്യോ, അതെങ്ങനെയാ സാറേ? അവളെ കെട്ടേണ്ടവൻ ഞാനല്ലേ? ഇവനെ ഞാൻ ഇതാ ഞാൻ ഇതുപോലത്തെ പ്രശ്നം ഇടപെടാത്ത.
കൊല്ലവനെ. അനക്കല്ല സർ, കാറ്റ് പോയിന്നാ തോന്നുന്നത്. ഇതാ ഞാൻ ഇടപെടാത്തത്. തൊട്ട കാറ്റ് പോവും. എടുത്ത് ആറ്റിലേക്ക് എറിയടാ സർ. മുത്തശ്ശി എന്തിനാ വിളിച്ചേ? പോലീസുകാരാ ചെറുക്കനെ തല്ലിക്കൊന്ന് ആറ്റിലെറിഞ്ഞെന്ന് പറയുന്നു കേട്ടു. കല്യാണത്തിന് തടസ്സം ഉണ്ടാക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ കൊല്ലാനൊന്നും പറഞ്ഞില്ല. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലും. അങ്ങനെയൊന്നും ചാവുന്നവനല്ല അവൻ. കല്ലേല് വെച്ച് കുത്തിച്ചതച്ചാലും അവനെ കൊല്ലാൻ പറ്റില്ല. അവന്റെ ജന്മം ഏതാണെന്നറിയോ? ഒന്നര മണിക്കൂറാണ് ഞാൻ അവനോട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തത്. അടിച്ച് നേരത്തെ കളഞ്ഞു. പോലീസുകാരോടൊക്കെ ഒരു സൈഡിലേക്ക് മാറി വയ്ക്കാൻ പറഞ്ഞു. ഇതുപോലൊരു ഓപ്പറേഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പറേറ്റ് ചെയ്താണോ അവനെ കൊന്ന്? എന്തോന്ന് ഞങ്ങൾ പോലീസുകാരും പട്ടാളക്കാരും ഏറ്റെടുക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് പറയും. കേട്ടിട്ടില്ലേ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ? ഓപ്പറേഷൻ നടത്തിയ സാറായിരുന്നു. എന്റെ ദൈവമേ, തല്ലുകൊറ കൊണ്ടുകാണുമല്ലോ. എന്റെ ഈ ഉരുക്ക് ബോഡിയിൽ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് ജിം അല്ല, ജിം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. വിസിൽ ഈ പോക്കറ്റിലുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് കാണിയൊരാണ് സർക്കാർ ബോർഡ് വയ്ക്കുന്ന ചുമ്മാതല്ല. കണ്ടോ? അപ്പൊ കൊക്കോകോള ആരോഗ്യത്തിന് അരിയിലല്ലടത്തുണ്ട്. അപ്പൊ കവർ പാല എന്നെ കല്യാണിയല്ലേ. ഒന്നോട് കഴിക്കടാ കൊച്ചുണേ, പെട്ടെന്ന് കഴിക്കടാ. കാണിക്കുന്നു. സോഡ കഴിക്കടാ. അതാരണ വേലാൻ സാറേ നിന്റെ പുറയില്? അതെന്റെ നിഴലാടാ. നിഴലും നിലാവും തിരിച്ചറിയാത്ത കഴുത സൂപ്പറുണ്ട്. ഞാൻ ഒന്നുകൂടെ ഓഡിറ്റോറിയം വരെ പോയിട്ട് വരാൻ ചേച്ചി. അല്പം ലേറ്റ് ആവും. ഇവിടെ എല്ലാത്തിനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു മദ്യസേവാ സംഘമുണ്ട്. ഒരു പ്രയോജനവും ഇല്ല. അശ്വതിയെ നോക്കിക്കോണേ. എന്താ കുട്ടി ഇവിടെ ഇരിക്കണേ? വിനോദായിരിക്കും അത്. ഇവിടെ എവിടെയാണല്ലോ ശബ്ദം കേട്ടത്? ഞാൻ എന്റെ റിവോൾവർ എടുക്കാൻ മറന്നുപോയി. ഓ, എടുത്തിരുന്ന തടുപ്പ് വെച്ചാലേ വെടി. അല്ല, എന്റെ സ്വന്തം രക്ഷയ്ക്ക്. നോക്കിയാ കുടത്തിന് കുളിര് കോരുന്നു. ആരും കാണാതിരിക്കാൻ വേണ്ടി അവൻ കുടത്തിനകത്ത് കയറി മൂവ് ചെയ്യുകയാണ്. ഓഹോ, ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷൻ എനിമയൊന്നും വേണ്ട, അടിച്ചു പൊട്ടിക്കണം. ഇറങ്ങി വാടാ. അയ്യോ, ഞാൻ ആള് മാറിയാണല്ലോ കൊന്നത്. ഈ വിനോദനെ കൊല്ലേണ്ടതിന് പകരം വേറെ വിനോദനെ കൊന്നിട്ടാ വന്നത്. കുഴപ്പമോ? അയ്യോ, കൊല്ലരുത്. അത് വിനോദല്ല, എന്റെ അനിയനാ കൊച്ചിരാമൻ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ങാത്തൊലി, താൻ കൊന്ന വിനോദ് ഇപ്പൊ ജീവനോടെ അകത്തോട്ട് പോയിട്ടുണ്ട്.
അതുവഴി പോകാനാണ് സാധ്യത. അങ്ങോട്ട് പോ. തമ്പുരാക്കന്മാര് പോയി കിടന്നുറങ്ങിക്കോ. ഇവനെ ഞാൻ കണ്ടതാ. അറസ്റ്റ് ചെയ്യും. ഈ കൊട്ടാരത്തിന്റെ ഏതെങ്കിലും കോറിഡോറിൽ നീ ഒളിച്ചിരിപ്പുണ്ടോടാ? എനിക്ക് അങ്ങോട്ട് വരണം. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പള്ളിവാൾ അറയിൽ ഇരിപ്പുണ്ട്. അതെടുത്ത് വീശണോ? ഈ വാളല്ലടാ പുളുന്താനെ, പടവാൾ. ഈ വാള് പുറത്തുകൊണ്ട് വീശു. സൂപ്പറുണ്ട്. ആ അതിലേക്ക് കൂടി പോണ്. ഒരുത്ത ഏത്തക്കൊല്ല താഴെ ഇറക്കാൻ പറ്റുന്ന പാട് കണ്ടു. കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചങ്ങ് പോയാ മതി. ഏത്തക്കൊല്ല അടിച്ചാക്കും പാവങ്ങളും ചുമക്കണം. അയ്യോ, കൊലയല്ലായിരുന്നു ഇത്. ഇവിടുത്തെ കുഞ്ഞ് വലിയ കോഴി തമ്പുരാൻ. കൊണ്ടുപോയി. ഇതാണ് യഥാർത്ഥ ലക്ഷ്മീപുരം കൊട്ടാരം. എൻ്റെ നിന്റെയൊക്കെ പൂർവികര് ജനിച്ചു വീണത് ഇവിടെയാ. നമ്മളെന്താ ഇവിടെ ഒളിച്ചിരിക്കാൻ വന്നതാ? അല്ല, ഈ ഭദ്രകാളിയുടെ നടയിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടണം എന്ന് എൻ്റെ മനസ്സ് പറയും. കൊട്ടാരത്തിൽ നിന്ന് പിണ്ടം വെച്ച് പുറത്താക്കിയ ഒരു അച്ഛൻ്റെ മകനാണെങ്കിലും മുറപ്രകാരം ഞാനും ഒരു രാജകുമാരനല്ലേ. അതല്ലേ രാജകുമാരി കൂടെ പോന്നത്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സകലകലാ വല്ലഭനായ അനുജൻ തിരുനാൾ മുതൽ വീരശൂര പരാക്രമിയായ മാനവേദവർമ്മ വരെ പള്ളി ഉറങ്ങിയ കൊട്ടാരമായി. ഈ അരമനയില ഇന്ന് നമ്മുടെ ആദ്യ രാത്രി. എന്താ പേടി തോന്നുന്നുണ്ടോ? അതൊരു ത്രില്ലല്ലേ. വിനുവിന്റെ ഏത് ആഗ്രഹത്തിനും ഞാൻ കൂടെയുണ്ട്. മൺമറഞ്ഞുപോയ പിതാമഹന്മാരെ, ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ പരദേവതകളെയും സാക്ഷി നിർത്തി നാളെ നിന്നെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന IPS കാരനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ നിമിഷം നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും. കണ്ടോ, ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. മഴ പെയ്യും. ഹലോ, യെസ്, ലക്ഷ്മീപുരം പാലസ്. അല്ലല്ല, ഞാൻ വലിയ പൂരാടൻ ചെറിയ കൊയ്ത്തമ്പുരാന്റെ, അല്ല, ചെറിയ പൂരാടൻ വലിയ കൊയ്ത്തമ്പുരാന്റെ. ഞാനൊരു കോയിത്തമ്പുരാന്റെ ഭാര്യ, ശകുന്തള ദേവി. നിങ്ങളാരാ? ഹോസ്പിറ്റലിൽ നിന്നോ? ചേച്ചി രാവിലെ അങ്ങോട്ട് പോന്നല്ലോ. എങ്ങോട്ട്? വിനോദിന്റെ വീട്ടിലേക്ക് പോയിന്നോ? ഈശ്വര, വീണ്ടും വല്ല പോലീസ് കേസും ആയോ? ഇവളെന്താ പോലീസിന്റെയും പട്ടാളത്തിന്റെയും കാര്യമൊക്കെ പറയണേ? നിരീശ്വരവാദം പ്രസംഗിക്കാൻ പോയി ഏട്ടൻ തമ്പുരാന് വളർത്തുന്ന തല്ലി കെട്ടിയോ ഈശ്വര? അതെ, തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രഹാസം മുഴക്കി ചേച്ചി ഇപ്പുതേ വിനോദിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും കൊട്ടാരത്തിന് ശാപമോക്ഷം കിട്ടാൻ പോവുക. നമ്മുടെ അശ്വതിമൊക്കെ വിശേഷം ഉണ്ടെന്ന്. എന്ത് വിശേഷം? അവൻ അവളെ ഉപദ്രവിച്ചാണോ? അല്ലേ, ആരുപദ്രവിച്ചു? ഇങ്ങനൊരു ചൊറിഞ്ഞ പൂരാടം. മനുഷ്യ, നമ്മുടെ കൊട്ടാരത്തിൽ ഉണ്ണി പറക്കാൻ പോണൂന്ന്. നേരോ? അല്ല, കള്ളം. ആണോ? അവൾ അവന്റെ ഭാര്യയായിട്ട് മാസം ഒന്നേ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാ ആമ്പിള്ളേര്. ഞാൻ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 12 ആയി. നിങ്ങൾ ഇങ്ങനെ വെറ്റിലെ മുറുക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്നാ?
എന്റെ ഈശ്വര, എത്ര ഉരുളികളാ ഞാൻ കമഴ്ത്തിയത്. അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം ഉരുണ്ടുരുണ്ട് ഞാൻ ഉരുളി പോലെ ആയി. വെറുതെ ഉരുണ്ടാലും ഉരുളി കമിഴ്ത്തിയാലും ഒന്നും പോരാ. പിന്നെ എന്ത് ചെയ്യണം? കാവടിയും എടുത്ത് എന്റെ മോന്തയിലും ശൂലം കുത്തിക്കറ്റണോ? മോന്തയ്ക്കല്ലേ ശൂലം കുത്തി കെട്ടേണ്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. സത്യമാണോ കൊച്ചുണ്ടി നീ പറയുന്നത്? കൊട്ടാരത്തിന് പുതിയ കിരീടാവകാശം ഉണ്ടാവാൻ പോകുന്ന കാര്യം ഈ സൂപ്രണ്ട് കള്ളം പറയും. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? ഹനിയ, അവസാനത്തിന്റെ പ്രയത്നം സഫലമായി അല്ലേ? അയ്യോ, പ്രയത്നിച്ചത് ഞാനല്ല, വിനോദ. അയ്യേ, നീ ഇത്തരക്കാരിയാന്നോടി? അയ്യോ, എനിക്കല്ല, അശ്വതി മോൾക്ക് വിശേഷം. ആണോ? ആണോ? ആണാണോ പെണ്ണാണെന്ന് ഇപ്പൊ എങ്ങനെ അറിയാനാ? ഏതായാലും ഈ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞിക്കാല് വെറുക്കാൻ പോവുക. ഇതാണ് ഓരോരുത്തരുടെ തലയിലെഴുത്ത്. ഏതായാലും അവള് ഭാഗ്യവതിയാ. മിണ്ടരുത്, നീ പാക്കിയ ലക്ഷ്മിയല്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? സഹാറ മരുഭൂമി പോലെ അങ്ങ് നിൽക്കുമല്ലയോ? എങ്ങനെ നിക്കാതിരിക്കും? നാഴികയ്ക്ക് 40 വട്ടം ഈശ്വരനെ നിന്ദിച്ച് നടക്കണം. നിങ്ങൾക്ക് എങ്ങനെ സന്താന ഭാഗ്യം ഉണ്ടാവാനാ? അതിനെ ഈശ്വരാധീനം വേണം. പഞ്ചാരെ മണ്ണെണ്ണ സപ്ലൈ ചെയ്ത പോലെ കൊച്ചുങ്ങളെ സപ്ലൈ ചെയ്യുന്ന റേഷൻ കടക്കാരനാണോ നിന്റെ ഈശ്വരൻ? മാർക്സും ഹെങ്കൽസും പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് അവരെ പരിചയമില്ല ഏട്ടാ. ഇല്ല, അവരെ പരിചയപ്പെടുത്തരാം. മതി. തമ്പുരാട്ടി എന്താ ഇന്ന് നേരത്തെ? ഏട്ടന്റെ ഉറ്റ സുഹൃത്തും വണ്ടിക്കകത്തുണ്ട് കേട്ടോ. ആര്? ഇറങ്ങും മോനെ. വാ മോനെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ നീ ഈ കൊട്ടാരത്തിന്റെ അനന്തരാവകാശിയാണ്. ഈ കൊട്ടാരവും സകല സ്വത്തും ഹോസ്പിറ്റലും ഇനി നിനക്കും ഇവക്കും നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൊച്ചിരാമ? അതെ അതെ അതെ, ചേച്ചി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാ അല്ലേട്ടാ? നീ എന്താ കുട്ടിക്കൃഷ്ണൻ വിളിച്ചു നിൽക്കുന്നേ? സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ടു പോകും തോന്നും ചേച്ചി. അയ്യോ, മോളങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇനി പ്രസവമാകുമ്പോഴത്തേക്കും ശരീരരക്ഷയൊക്കെ ചെയ്ത് വെടുക്കിയാക്കും അമ്മായി. മോൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പിണക്കമൊക്കെ തീർന്നില്ലേ? എനിക്കാരോടും പിണക്കൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ കോഴിത്തമ്പുരാക്കന്മാരെ കുഞ്ഞ് നോട്ടം വിട്ടിട്ടുണ്ടെന്ന് നാട്ടിലൊക്കെ ഒരു സംസാരമുണ്ട്. അത് നിങ്ങൾ പാവങ്ങളാ കേട്ടോ. വേണേ കയ്യാകാലാ തല്ലി ഓടിച്ചോ, പക്ഷെ കൊല്ലരുത്. അതൊക്കെ വിനോദമോ മറന്നേ. എടോ കോന്ത സൂപ്രണ്ടേ, താൻ ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വയ്ക്കൂ. വാ മോനെ. എന്തോ തന്നെ അല്ലടോ. ഹനിയ, പാറ്റ വീണടാ. എവിടെ? നമ്മുടെ കഞ്ഞിയില്. അത് മൂടി വെക്കാത്ത. അയ്യോ അയ്യോ അയ്യോ. എങ്ങനെയുണ്ട് നമ്മുടെ ബെഡ്റൂം? 7 സ്റ്റാർ ഹോട്ടൽ പോലുണ്ട്. പക്ഷേ എനിക്കിവിടെ കിടന്ന് ഉറക്കം വരും തോന്നില്ല. അതൊക്കെ ഞാൻ ഉറക്കിക്കൊള്ളാം. തൽക്കാലം സാറ് പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. വെള്ളത്തിന് നല്ല അസല് തണുപ്പായിരിക്കും. ഹീറ്റർ ഓൺ ചെയ്താൽ മതി. ചൂടുവെള്ളത്തിൽ കുളിക്കാം. എനിക്കിപ്പോ വേണ്ടത് ചൂടുവെള്ളമല്ല. അമ്മായിമാര് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ എന്തു പറ്റി? പിന്നോ, എന്റെ വയറ്റിൽ എന്തോ അനക്കം പോലെ. അനക്കോ? കുഞ്ഞനങ്ങുന്ന പോലെ. കുഞ്ഞോ? 2 മാസം തികയുന്നതിന് മുമ്പ് കുഞ്ഞിന് അനക്കം വെച്ച് തുടങ്ങിയെന്നു. ഇതാ 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അമ്മ ചെയ്യാൻ പോയുള്ള കുഴപ്പം. ഇപ്പൊ വീണ്ടും അനങ്ങി. സത്യമായിട്ട് കുഞ്ഞ് അനങ്ങുന്നുണ്ട് വിനു. എനിക്ക് പേടിയാവുന്നു വിനു. ഞാനൊന്ന് നോക്കട്ടെ. കേക്കുന്നില്ലേ? പിന്നെ നിനക്കെന്താടി പെണ്ണെ, വട്ടായോ? ഒരനക്കോ ഞാൻ കേൾക്കുന്നില്ല. എന്താ മോളെ, നീ ആരെ വിളിച്ചേ? ഇവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് അനങ്ങുന്നെന്ന്. ഈ 2-ാം മാസത്തിലോ? ഇതെന്താ ഗുസ്തി പിടിക്കാൻ പോന്നോ? അല്ല, അത് പിന്നെ ഞാൻ കുളിക്കാൻ കയറിയപ്പോഴല്ലേ ഇവളെ വിളിച്ചു പോയി കേട്ടത്. എന്നാ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം അല്ലേ? അമ്മായി, ദേവിയാണ് സത്യം. ശരിക്കും എന്റെ വയറ്റിൽ കുഞ്ഞിന്റെ അനക്കമുണ്ട്. എന്റെ കുട്ടിയെ, നിനക്കിതെന്താ പറ്റിയേ? കുഞ്ഞിന്റെ അനക്കൊന്നും ആവാറായില്ല.
സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചേച്ചിയെ വിളിച്ച് ചെക്കപ്പ് ചെയ്യിക്കാം. ഇത് ശരിക്കും കുഞ്ഞിന്റെ അനക്കം തന്നെയാ, എനിക്ക് ഉറപ്പാ അമ്മായി. സന്തതി വിനോദിന്റെ അല്ലേ? 2ാം മാസത്തിൽ തന്നെ കൈയും കാലും ഒക്കെ പൊക്കിന്ന് വരും. ദേ ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കേക്കണേ? നേരെ ശകുന്തളെ, വെറും അനക്കമല്ല, കുഞ്ഞു കിടന്ന് കരയോ. ഞാൻ കേട്ടു കരച്ചില്. മദ്യം ഒഴിച്ചേരുന്നതും ഫിറ്റാകുന്ന ഞാൻ ആദ്യം കാണുക, അതോ ഞാൻ അറിയാതെ നീ ഓടിച്ചോ? കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ടി ലൂട്ടി സമയത്ത് അടിക്കാറില്ല. അഥവാ അടിച്ചാലൊട്ട് ഫിറ്റ് ആവത്തുമില്ല. ഇന്നാ ഇതും കൂടി പിടി. അനന്തരവള പെണ്ണ് ഗർഭിണിയായതിന്റെ സന്തോഷം ഈ തിരുമുഖത്തെ കാണാനുണ്ട്. അതിന്റെ സന്തോഷത്തിൽ ഈ കൊച്ചുണ്ണി ഒരു കൊച്ചടിച്ചോട്ടാ, ഒരു സ്മൈൽ. ഈ രാജാവ് പ്രജാവത്സലനാടാ, നീ അടിച്ചോ. പക്ഷെ അതെന്റെ സന്തോഷത്തിന് വേണ്ടി അല്ല, എന്റെ സങ്കടം തീർക്കാൻ. കല്യാണം കഴിഞ്ഞ് 25 വർഷമായി ഞാൻ കഷ്ടപ്പെടുന്ന എന്തിനാ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. ആ അധ്വാനമൊക്കെ കാറ്റിപ്പറത്തി ചുരുങ്ങിയ സമയം കൊണ്ടൊരു തെണ്ടിച്ചെറുക്കൻ കൊട്ടാരത്തിൽ കയറി ഗോളടിച്ചില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുമോ? തമ്പുരാൻ വിഷമിക്കണ്ട, അങ്ങയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. നമുക്ക് ആ തെണ്ടിച്ചെറുക്കനെ കൊണ്ട് നല്ല ഗോളടിപ്പിക്കാം. ശിവ ശിവ, അയ്യോ ദേ വരുന്നത് കണ്ട കൊട്ടാരം മുഴുവൻ നാറ്റിക്കും. എല്ലായിടത്തും നീ മുങ്ങിക്കോ. എന്താ കൊട്ടാരത്തിൽ കുഞ്ഞു പിറക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോഴേ ദുഷ്ടമൂർത്തികൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണു. ഗർഭാരംഭത്തിൽ തന്നെ അശ്വതി മോടെ വയറ്റി കിടന്ന് കുഞ്ഞ് പരാക്രമങ്ങൾ കാട്ടുന്നു. നിന്നെപ്പോലുള്ള അന്ധവിശ്വാസികൾ താമസിക്കുന്ന സ്ഥലമല്ലേ? അതെയോ? എന്തായാലും ഇന്ന് തന്നെ സർപ്പക്കാവിൽ ഒരു സർപ്പം തുള്ളൽ നടത്തണം. എന്തിനാ സർപ്പം തുള്ളലാക്കുന്നത്? ഒരു സോമയാഗം തന്നെ നടത്താം. അക്കൂസി പോകുന്നതിന് ഒരു ഹോമം നടത്തുന്ന വിവരദോഷികൾ. സർപ്പങ്ങളാണോടാ പേരെടുക്കുന്നത്? സർപ്പത്തെ തൊട്ടുള്ള കളി വേണ്ട, ജീവനുള്ള ദൈവങ്ങളാ. ഏട്ടാ ഇപ്പൊ ഏട്ടത്തിയുടെ ചെവി കൊണ്ട് കേട്ടതാ കുഞ്ഞിന്റെ കരച്ചില്. കേട്ടോ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോ? എന്റെ പരദൈവങ്ങളെ, ഭദ്രകാളി അമ്മേ, അറുകൊല വല്യച്ഛ, ചെറിയച്ഛ, നാഗരാജാവേ, നാഗയക്ഷി കാത്തുകൊള്ളണേ. നാഗയക്ഷി കാറ്റുകൊള്ളണേ. നീ അത് TV ഓൺ ചെയ്തിട്ടുണ്ടോ? അതിൽ നിന്നായിരിക്കും കുഞ്ഞിന്റെ കരച്ചിൽ. നോക്കിയേ, ഈ പട്ടിയെ കണ്ട ഒരു അശുഭ ലക്ഷണമില്ലേ? സംശയമുണ്ടോ? നീ പട്ടിയുടെ വയറ്റിൽ നിന്നാണോ കുഞ്ഞിന്റെ കരച്ചില്? ആത്മാവ് തന്നെയാണ് നീ. പരിഹാരമായി നീ വേഗം പോയി സർപ്പം പാട്ട് നടത്താൻ നോക്ക്. നിർത്തണോ? കൊട്ടാരത്തിൽ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചാ പിന്നെ എങ്ങനെയാ ദൈവകോപം ഉണ്ടാകാതിരിക്കുക? കോപിക്കും, ഇനിയും കോപിക്കും. ഈ കൊട്ടാരം നശിപ്പിച്ചിട്ടേ ഈശ്വരൻ അടങ്ങൂ. അതേ വന്നു മൂത്ത് നരച്ച അന്ധവിശ്വാസി. നീ നിരീശ്വരവാദം കൊണ്ട് നടന്നോ? പണ്ട് സരസ്വതിക്ക് നിന്റെ അനുജൻ മഹേന്ദ്രനെ വയറ്റിലുണ്ടായിരുന്നപ്പോഴും 2ാം മാസം അനക്കണ്ടായതാ. ഇനി അവനെ മുത്തശ്ശി അനക്കണ്ട, അവൻ കുവൈറ്റ് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഈ കുട്ടിയുടെ ജന്മവും മഹേന്ദ്രന്റെ ജന്മവുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്തു പറ്റി? എന്താ മഹി? നാളെ സർപ്പക്കാവിൽ പോണം. സർപ്പങ്ങൾക്ക് തിരിവെക്കണം. എന്തേ പറയുന്നത്? ഈ കുവൈറ്റിൽ എവിടെ സർപ്പക്കാവ്? എന്തു പറ്റി മഹി? ദുസ്വപ്നം വല്ലതും കണ്ടോ? സർപ്പക്കാവിൽ പോയി തൊഴണമെന്ന് തോന്നിയെങ്കിൽ നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം. വേണ്ട, കൊട്ടാരത്തിലേക്ക് പോണ്ട. വേണ്ട,